അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മാങ്ക വായിക്കുക, അതായത് ഒരു എനിമി മാങ്ക എങ്ങനെയാണ് വായിക്കുക എന്നതാണ്. ഞാനിത് ഇൻഫിനിറ്റി കാസിൽ ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, ബ്രോ എങ്ങനെയാണ് ഈ മാങ്ക വായിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേറൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നുമില്ല, നമ്മളെ ടെലഗ്രാം തന്നെ മതി അതിന്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ടെലഗ്രാം പോയിട്ട് ടെലഗ്രാമിൽ സെർച്ച് ബാറിൽ മാങ്ക ഗാലറി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മാങ്ക ഗാലറി സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാധനം വരും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ അനിമീസ് കാണാൻ പറ്റും. അതിൻ്റെ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാങ്ക മാത്രമേ ഇതിൽ കിട്ടുന്നുള്ളൂ. അതിൽ തന്നെ സെർച്ച് ബാർ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഡീമൺ സ്ലെയർ ആണ് നോക്കുന്നതെങ്കിൽ ഡീമൺ സ്ലെയറിന് സെർച്ച് ചെയ്യുക. ഡീമൺ സ്ലെയർ മാത്രമല്ല, ഒരുപാട് മാങ്ക ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നമ്മൾ ഡീമൺ സ്ലെയറിന് അതിന് സെർച്ച് ബാറിൽ കൊടുത്തിട്ട് ഡീമൺ സ്ലെയറിന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡീമൺ സ്ലെയർ സെർച്ച് ചെയ്യുമ്പോൾ ഡീമൺ സ്ലെയറിൻ്റെ എല്ലാ മാങ്ക, അതായത് എല്ലാം ഇറങ്ങിയ എല്ലാ മാങ്ക ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നമുക്കത് വായിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണ് ഈ മാങ്ക വായിക്കുന്നത്. ഇനി ഞാൻ വായിക്കുന്നത് പോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ കളേർഡ് മാങ്ക വേണമെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. അതാരെങ്കിലും വേണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് അതും കൂടെ ചെയ്യാം. അതെന്നുവെച്ചാൽ വേറൊരു എക്സ്ട്രാ ചാനൽ നമ്മൾ കയറി ഡൗൺലോഡ് ചെയ്യണം. അത് ഡീമൺ സ്ലെയറിന് മാത്രമേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. വേറൊരു എനിമീൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത കളേർഡ് മങ്കി കിട്ടിയിട്ടില്ല. പിന്നെ ടെലഗ്രാമിൽ കൂടെ തന്നെ എനിമി കാണാൻ പറ്റുന്നതാണ്. സോറോ ടി വി പോലുള്ള ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ കുറഞ്ഞ MB തന്നെ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയേണ്ടതൊരു അതും കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാം.